രാവിലെ ഒരു ഗ്ലാസ് പാല് അത് നിർബന്ധമാണ്. ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പാല്, പഴം, മുട്ട ഇതൊക്കെ നന്നായിട്ട് കഴിക്കട്ടെ. കാരണം നമ്മുടെ പോയ ആരോഗ്യം നമുക്ക് തിരിച്ചെടുക്കണമല്ലോ. പിന്നെ ഇതേ കുറച്ച് കയറിയിട്ട് ഞാൻ നല്ലെണ്ണയിൽ അച്ചാറിട്ട് കേട്ടോ. അപ്പോൾ ഇത് അച്ചാറിൻ്റെ റെസിപ്പി എന്നാലും ചേട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അച്ചാറിടാറുണ്ട് കേട്ടോ. ഇതേ പിന്നെ ഒരാൾ അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഒന്ന് ചിരിച്ചേടാ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തേ 4 പല്ലാണ് ചിരിക്കണേന്ന് കേട്ടോ. 4 പല്ലുള്ളെങ്കിലും കടിക്ക് ഒരു കുറവില്ല. കടിച്ചടിച്ച് തഴമ്പായിക്കൊണ്ടിരിക്കണേ കേട്ടോ. നേരത്തെ ദേ ചിരിക്കണ മൂടാണ് ഇതേ ഇപ്പം ദേ ഈ മൂടാണ്ടെന്ന് ഹായ് പറയടാന്ന് പറഞ്ഞിട്ട് ആൾ മൈൻഡ് പോലും ചെയ്യണില്ല. ഒരാളെ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ അതിൻ്റെ അകത്തോട്ട് കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു പറ്റാത്ത പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചാണ്ട് കൊടുക്കണത്. അപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേ ആള് അത് ശരിയാക്കിയെങ്കിലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. പിന്നെ പറ്റാണ്ടായപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ ചേട്ടൻ മുട്ട വറുക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് കയറി കേട്ടോ. അപ്പോൾ ഇവർ ആണുങ്ങളല്ലെങ്കിലും മുട്ട വറുത്താൽ തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചത് ഒരാളെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയാണ് കേട്ടോ. ഒരാളെ കിടത്തി ഉറക്കി അടുത്ത ആളെയും കൊണ്ട് ഞാൻ വന്നേക്കണേ കേട്ടോ. അപ്പം എന്താണെന്നറിയില്ല, അവരുടെ ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പം കിടത്തിയിട്ട് ഇരുത്തിയിട്ടും നിന്നിട്ടും ഒന്നും ഒരു രക്ഷയിലാട്ടോ. പിന്നെ അത് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചൊന്ന് കിടത്തി ഉറക്കണായിട്ട് കാണുന്നത്. പിന്നെ മൂത്ത ആൾ വന്ന് അമ്മ ഇത് കഴിച്ചു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊണ്ടേ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.